ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങായിരിക്കും ആദ്യമായിട്ട് കേൾക്കാൻ പോണം. ഇപ്പം അവള് വലിയ ഒരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവളറിയായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം വീട്ടുകാരും പേരൻസിൻ്റെയും ഒക്കെ ഒരു ലോഡ് മെസ്സേജ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ്. അന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നു. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, അങ്ങനൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ എന്താ പറയുക, എന്നും കാണും. പിറ്റേ ദിവസം കണ്ടു, അതിൻ്റെ പിറ്റേ ദിവസം കണ്ടു, അങ്ങനെ എന്നും കാണും. ഒരു ദിവസം ഞാൻ എന്താ പേരെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പേര് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു എൻ്റെ പേരെന്താണ്. അപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അങ്ങ് കമ്പനിയായി, സംസാരിച്ചു തുടങ്ങി. പിറ്റേ ദിവസം തൊട്ട് അങ്ങനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, പിന്നെ സംസാരിച്ചു തുടങ്ങി, ഭയങ്കര ഫ്രണ്ട്ലി ആയി. പിന്നെ തമാശയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഒക്കെ ആയിട്ട് കമ്പനി ആയിട്ട് ഞങ്ങൾ പോയി. കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു. അപ്പോൾ അപ്പം എന്നെ വിളിച്ച് 6:30 കോളേജിൽ പോകണില്ലെന്ന്. അപ്പം മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അവളുടെ പേര് സ്വപ്നല്ലേ. എന്തോ അങ്ങനെ ഒരു കൊച്ചേ ഇല്ല. അപ്പോൾ ശരി, അത്രയൊക്കെ തന്നെ ഉള്ളൂ.